الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله. സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ജീവിത തിരക്കുള്ള, സമയക്കുറവുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവർക്കും തിരക്കാണ്, നല്ല ജോലിഭാരമുണ്ട്. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് ചൂടും. എന്തുകൊണ്ടും ബിസിയാണ്. ആഴ്ചകൾ പോകുന്നത് അറിയുന്നില്ല. ഈ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ലാ തഖൂമു സ്സാഅത്തു, ഖിയാമത്ത് നാൾ വരില്ല, ഹത്താ യതഖാറബ സമാൻ, കാലം വളരെ, സമയം വളരെ അടുത്ത് ആയി അനുഭവപ്പെടുക. ഫതകൂനു സനതു കശ്ശഹർ, ഒരു കൊല്ലം ഒരു മാസം പോലെയാകുമെന്ന. ഇപ്പൊ കലണ്ടർ കിട്ടിയപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് അല്ലേ, കഴിഞ്ഞ മാസമാണ് ഇവിടുന്ന് ഇത് വാങ്ങിയത്. അതുപോലെയാ. തുടർന്ന് പറഞ്ഞത് ഒരു മാസം ഒരാഴ്ച പോലെ, ഒരാഴ്ച ഒരു മണിക്കൂർ പോലെ, ഒരു മണിക്കൂർ എന്താ പറയാ, തീ പകർന്നു കൊടുക്കുന്നത് പോലെ, ലർമത്ത്, തീപ്പെട്ടിക്കൊള്ളി വരയ്ക്കുന്ന അത്ര പോലും ഒന്നിനും പറ്റാത്ത ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരാവശ്യത്തിന് കണക്കാക്കാൻ പറ്റാത്ത ആ രൂപത്തിൽ സമയക്കുറവ് അനുഭവപ്പെടുന്ന ഒരു കാലം വരുന്നുണ്ട്. നമ്മൾ അപ്പോഴാണ് ജീവിക്കുന്നത്, ആ കാലത്താണ് ജീവിക്കുന്നത്. അപ്പൊ എന്ത് മനസ്സിലായി? ഖിയാമത്ത് നാള് ഏതാണ്ട് അടുത്തിട്ടുണ്ട്. അനുഭവത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുകയാണ്. എല്ലാവർക്കും പ്രശ്നമുണ്ട്, ഏറ്റക്കുറവുണ്ടെങ്കിലും പ്രതിസന്ധികൾ പല രൂപത്തിലും. ചിലർക്ക് അത് രൂക്ഷമാകാറുണ്ട്, മാനസിക പ്രയാസങ്ങൾ. രൂക്ഷമായ മാനസിക പ്രയാസം ഉണ്ടാകുമ്പോൾ അവരുടെ ശരീരം സമൂഹത്തിന്റെ നടുവിലുണ്ടാവും, എല്ലാവരുടെ കൂടെ അവരും ഉണ്ടാവും. പക്ഷെ അവർ മാനസിക തടവറയിലാണ്. മതിൽക്കെട്ടുകൾ നമ്മൾ കാണുന്നില്ല, അദ്ദേഹത്തിന്റെ ജയിലിന്റെ ചങ്ങലകളും നമ്മൾ കാണുന്നില്ല. മനസ്സ് തടവറയിലാണ്, രൂക്ഷമായ പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് സന്തോഷിക്കാനോ, ഒന്ന് സമാധാനിക്കാനോ, ഒന്ന് സംതൃപ്തി അടയാനോ കഴിയുന്നില്ല. അങ്ങനെ ഒരു ജയിൽ പുള്ളിയെ പോലെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ രൂക്ഷമാകുമ്പോൾ ശരീരം വേണ്ടാന്ന് വെക്കും ചില ആളുകൾ. അതിന്റെ പേരാണ് ആത്മഹത്യ. പ്രശ്നം രൂക്ഷമാകുമ്പോൾ
എനിക്ക് തടി വേണ്ട. ചിലരാകട്ടെ തടി അവിടെ ഉണ്ടാകും, മനസ്സ് തെറ്റിപ്പോകും. നമ്മൾ മാനസിക രോഗികൾ എന്നൊക്കെ പറയും. ഇങ്ങനെ എല്ലാവർക്കും കുറഞ്ഞ അളവിലെങ്കിലും മാനസിക പരിമുറുക്കമുണ്ട് എന്നത് ഈ കാലഘട്ടത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ്, അനുഭവ സത്യമാണ്. പക്ഷെ അതോടൊപ്പം മറ്റൊരു ദുഃഖ സത്യമുള്ളത് ഈ പ്രശ്നം മുഴുവനും ദുനിയാവാണ് എന്നുള്ളതാണ്. മാനസിക പ്രശ്നം ഉണ്ടായത് മുഴുവനും ദുനിയാവിന്റെ കാര്യത്തിലാണ്. ചിലർക്ക് ആരോഗ്യ പ്രശ്നമാണ്, ചിലർക്ക് സാമ്പത്തിക പ്രശ്നമാണ്, വിദ്യാഭ്യാസം പ്രശ്നമാണ്, കുടുംബജീവിതം പ്രശ്നമാണ്, വീടില്ലാത്ത പ്രശ്നമാണ്. ഇങ്ങനെ എന്ത് പ്രശ്നങ്ങളായാലും എടുത്തു നോക്കിയാൽ മുഴുവൻ പ്രശ്നവും ദുനിയാവാണ്. അതിലിങ്ങനെ കെട്ടിമറഞ്ഞ് സന്തോഷവും ചിരിയും നാളേക്ക് നീട്ടിവെക്കുക. കല്യാണം കഴിഞ്ഞിട്ടാകാം ആകെ ബേജാറായി ഇങ്ങനെ ആളുകളോട് സംസാരിക്കാനോ ചിരിക്കാനോ വർത്താനം പറയാനോ ഒന്നിനും പറ്റാത്ത ഒരു മാനസികാവസ്ഥയിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്ന കുറേ ആളുകൾ. വീടിന്റെ പണിയൊന്ന് കഴിയട്ടെ, എന്നിട്ട് സമാധാനത്തിലിരിക്കാലോ. കല്യാണം കഴിയട്ടെ, അല്ലെ ജോലി ഒന്ന് ശരിയാകട്ടെ, മക്കളെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം അതൊന്ന് കഴിയട്ടെ. അങ്ങനെ ചിരിയും സന്തോഷവും നാളേക്ക് നീട്ടിവെക്കുന്ന ഒരവസ്ഥയിലേക്ക് മാനസിക പിരിമുറുക്കത്തോടുകൂടി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ. എന്നാൽ ഏതാണ് ഈ നാളെ? അതിനൊരു ഗ്യാരണ്ടിയും ഇല്ല. നാളെ നീയുണ്ടോ, ഞാനുണ്ടോ, നമ്മളുണ്ടോ അറിയില്ല. പിന്നെ ഏത് നാളേക്കാണ് ഈ നീട്ടിവെക്കുന്നത്? ഇവിടെയാണ് ഒരു വിശ്വാസിയും അതുപോലെ ദുനിയാവിന്റെ ആളുകളും തമ്മിൽ വേർതിരിയുന്നത്. അഹ്ലുൽ ഈമാന് വേറെ, അഹ്ലുദ് ദുനിയ വേറെ. നമ്മൾ ഏതിൽ പെട്ടതാണെന്ന് ആലോചിക്കാനായി ഈ വിഷയം പറഞ്ഞത്. ഈമാനിന്റെ ആളുകൾ വേറെ, ദുനിയാവിന്റെ ആളുകൾ വേറെ. ദുനിയാവിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ മുഴുവൻ ആഭിമുഖ്യവും അവരുടെ ചിന്തയും അവരുടെ പ്രവർത്തനവും അവരെ സ്വാധീനിച്ച എല്ലാം ദുനിയാവാണ്. ഈമാനിന്റെ ആളുകൾ, അള്ളാഹുവിന്റെ ആളുകൾ, അവര് ദുനിയാവ് പാടെ ഒഴിവാക്കുമെന്നല്ല, അവർക്ക് ഈ ദുനിയാവ് എന്താണെന്നറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ളതിൽ സന്തോഷിക്കുന്നവരാണവർ. മുഅ്മിനിന് മാത്രമുണ്ടാകുന്നതാണ് ഖനാഅത്ത് എന്ന സ്വഭാവം, ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടുക എന്നുള്ളത്. അവന് സംതൃപ്തിയുണ്ട്, സമാധാനമുണ്ട്. ഇവിടെയുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയുന്നതല്ല, ഇത് ദുനിയാവിന്റെ അവസ്ഥയാണ് എന്ന തിരിച്ചറിവ് ലഭിച്ചവൻ അവനാണ് മുഅ്മിൻ. അങ്ങനെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ കഴിയും. ആ വിശ്വാസിക്ക് ചിരിക്കാൻ കഴിയും. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സദാ പുഞ്ചിരിക്കുമായിരുന്നു. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ലാ തഹ്തിറന്ന മിനൽ മഅറൂഫി ശൈഅൻ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തലിഖിൻ. ഒരു പ്രസന്നമായ മുഖത്തോടുകൂടി തന്റെ കൂട്ടുകാരനെ കാണുന്നത് പോലും നിസ്സാരമായി കാണരുത് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളത് മനസ്സിലാക്കാറുള്ളത് പരോപകാരം ചെയ്യുന്നതിന്റെ ഏറ്റവും ചെറിയ കണിക ഒന്ന് ചിരിക്കുക എന്നതാണ്. ആ തലത്തിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കാറുള്ളത്. പക്ഷെ ചിരിക്കാൻ കഴിയണമെങ്കിൽ മനസ്സ് റെഡിയാകണ്ടേ? മനസ്സിൽ സന്തോഷം വേണ്ടേ? മനസ്സിൽ സന്തോഷം വേണമെങ്കിൽ ദുനിയാവ് എന്താണെന്ന് തിരിച്ചറിയണം. മാനസിക പിരിമുറുക്കങ്ങൾ ഒഴിവാക്കണം. റസൂലുള്ളാഹിയുടെ ആ വാക്കിന്റെ മറ്റൊരർത്ഥ തലം അതിന്റെ ആഴിയിൽ തപ്പിയാൽ നമുക്ക് കിട്ടുന്ന ഒരു മേഖലയാണ്. റസൂലുള്ളാഹി വളരെ വിശദമായി ആ സംഗതി പറഞ്ഞിട്ടുണ്ട് മറ്റു പല ഹദീസുകളിൽ. അല്ലാഹു റസൂൽ പറയുന്നു, മൻ കാനത്തിദ് ദുനിയ ഹമ്മഹു ഫറഖല്ലാഹു അലൈഹി അംറഹു. ഒരാളുടെ ജീവിത ലക്ഷ്യവും അദ്ദേഹത്തിന്റെ പരിശ്രമവും മുഴുവനും ദുനിയാവാണ് എന്നിരിക്കട്ടെ. അങ്ങനെയാണ് അദ്ദേഹം ജീവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ ഫറഖല്ലാഹു അലൈഹി അംറഹു, അവന്റെ കാര്യം ചിതറിക്കിടക്കും. നമ്മൾ സാധാരണ പറയാറില്ലേ, ഒന്ന് ഉരുക്കൂടി വരുന്നില്ല, എല്ലാം ഇപ്പൊ കിട്ടൂ എന്ന് വിചാരിക്കാതെ അകലെയാണ്, അയലത്താണ്, വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് വജഅല ഫഖറഹു ബൈന ഐനൈ, അവന്റെ കൺമുന്നിൽ ദാരിദ്ര്യമാണ്. സമ്പന്നനാണ്, പക്ഷെ ദരിദ്രന്റെ മനസ്സാണ്.
ദരിദ്രന്റെ മനസ്സെന്താ? ഒരു നേരത്തെ ആഹാരത്തിനുള്ള, അതല്ലെങ്കിൽ പ്രാഥമികമായ മനുഷ്യന്റെ ജൈവിക ആവശ്യത്തിനുള്ള കാര്യത്തിൽ ബുദ്ധിമുട്ടുന്നവനാണ് ദരിദ്രനെങ്കിൽ, അതെല്ലാം ഉണ്ടായിരുന്നിട്ടും മറ്റെന്തൊക്കെയോ എനിക്ക് അത്യാവശ്യമാണ് എന്ന മാനസികാവസ്ഥയിൽ അതെല്ലാം തേടിപ്പിടിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന മനസ്സിന്റെ ഉടമയാകുമ്പോ അവനുമുണ്ട് ദാരിദ്ര്യം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ ദാരിദ്ര്യം അനുഭവിക്കുകയാണ്. എന്നാലോ ഇങ്ങനൊക്കെ കഷ്ടപ്പെട്ടിട്ട് എന്താ കിട്ടുക? റസൂല് പറയാ, വലം യഅ്തിഹി മിനദ്ദുന്യാ ഇല്ലാ മാ കുതിബ ലഹു. ദുനിയാവെന്ന് അവന് കിട്ടുക ഓന് കണക്കാക്കിയത് മാത്രാണ്. അള്ളാഹ് കണക്കാക്കി വെച്ചിട്ടുണ്ട്, അതേ കിട്ടുള്ളൂ, അതല്ലാത്തതൊന്നും കിട്ടൂല. അവനാകെ ഉള്ളത് നിലവിൽ കിട്ടിയത് അനുഭവിക്കാൻ കഴിയാത്തൊരവസ്ഥ. ഇതാണ് അഹ്ലുദ്ദുന്യ. ദുന്യാവാണ് ജീവിത ലക്ഷ്യം, മുഖ്യം എന്ന് കരുതി അതനുസരിച്ച് പ്ലാൻ ചെയ്ത് പ്രവർത്തിക്കുന്നവരുടെ അനുഭവമെന്ന് ഒരിക്കലും കളവ് പറയാത്ത മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അതിന്റെ നേരെ വിപരീതം, ഒരാളുടെ നിയ്യത്ത്, അവന്റെ ഉദ്ദേശം ആഖിറാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തി ജമഅല്ലാഹു ലഹു അംറഹു, അവന്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു അവന് ഒരുമിച്ച് കൂട്ടിക്കൊടുക്കും. ഒരു ദാരിദ്ര്യം അവന് തോന്നൂല, കാരണം അവന് കിട്ടിയത് ലാഭാണ്. അവൻ ഇതൊരു പ്രശ്നമായിട്ട് കണ്ടിട്ടില്ല ഈ ദുനിയാവ്. ഇവിടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്, അതവന് വലിയ സന്തോഷം നൽകുന്നു. വജഅല ഗിനാഹു ഫീ ഖൽബിഹി, അവന്റെ ഐശ്വര്യം അവന്റെ മനസ്സിലാണ്. ഭൗതികമായ വസ്തുക്കളുടെ ആധിക്യമല്ല ധന്യത, മനസ്സിന്റെ ധന്യതയാണ് ധന്യത. അപ്പൊ അവന്റെ മനസ്സ് നല്ല ധന്യത അനുഭവിക്കുന്നു. അങ്ങനെ ആവശ്യാനുസരണം അവന് ദുനിയാവ് കിട്ടിക്കൊണ്ടിരിക്കും. നേരെ മറിച്ച് ദുനിയാവിന് വേണ്ടി ജീവിച്ചാൽ ആവശ്യാനുസരണം കിട്ടുന്നത് പോലെയല്ല തോന്നുക. ഒരുപാട് അധ്വാനിച്ചിട്ട് കുറച്ചല്ലേ കിട്ടിയുള്ളൂ, ഇനി ഒരുപാട് വേണല്ലോ എന്ന ചിന്തയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ദുനിയാവിന്റെ ആളുകളുടെ മനസ്സ്. എന്നാൽ ആഖിറത്തിന് വേണ്ടി ജീവിച്ചു പോകുമ്പോ കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നു പോകുന്നുണ്ടല്ലോ, അൽഹംദുലില്ലാ, അവന് സന്തോഷിക്കാൻ കഴിയുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അമില സാലിഹൻ, ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ സുഹൃത്തന്മാരായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ, അമലുൻ സാലിഹ്, ആഖിറത്തിന്റെ പണി, വഹുവ മുഅ്മിനുൻ, അവൻ ഈമാനുണ്ട്, ഫലനുഹിയന്നഹു ഹയാത്തൻ തയ്യിബ, അവന് നല്ല ജീവിതമുണ്ടാകും, അവന് നല്ല ജീവിതമുണ്ടാകും. ഒരു പറ്റം മുഫസ്സിറുകൾ പറയുന്നത് ഈ ഐഹിക ജീവിതത്തിൽ തന്നെ ത്വയ്യിബായ നല്ല മാനസിക സംതൃപ്തിയുള്ള ജീവിതം അത് വിശ്വാസിക്കാനുണ്ടാവുക, ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ടുള്ള ജീവിതം. ദുനിയാവാണ് മുഖ്യമെങ്കിൽ കിട്ടാത്തതിന്റെ പരാതിയ, ആഖിറമാണ് മുഖ്യമെങ്കിൽ കിട്ടിയതിന് സന്തോഷാണ്, ഇവിടെ സംതൃപ്തിയാണ്, സമാധാനമാണ്. രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അല്ലാഹു തആല പറയുന്നു, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, എങ്ങനെയാണ് ആഖിറം മുഖ്യമാക്കി ജീവിക്കുക എന്ന് പഠിപ്പിക്കുകയാണ് അല്ലാഹ്. ആഖിറം മുഖ്യാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആഖിറം മുഖ്യ വിഷയമായി കാണുന്നവരാണ്. അതുകൊണ്ടാണല്ലോ പള്ളിയിൽ വരുന്നതും നിസ്കരിക്കുന്നതും ഈമാൻ ഉൾക്കൊണ്ടതും അതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. മുഖ്യമായ സംഗതി തന്നെയാണ് ആഖിറം എന്ന് മനസ്സിലാക്കിയവരാണ്. അവരുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് അല്ലാഹു പറഞ്ഞു തരുന്നു. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, നിനക്ക് അല്ലാഹു തആല ഇപ്പോൾ എന്താണോ നൽകിയത് ആ നൽകിയതിൽ നിന്ന് നീ ആഖിറവും കൂടി ഉണ്ടാക്കുക. കുറെ കിട്ടിയതിന് ശേഷം ആഖിറത്തിന് വേണ്ടി ശ്രമിക്കാമെന്നല്ല, എന്താണോ നിലവിലുള്ളത് അതിൽ നിന്ന് ആഖിറം ഉണ്ടാക്കുക. ആരോഗ്യമുണ്ട്, നിഅമത്താണ്, അതുകൊണ്ട് ആഖിറ ഉണ്ടാക്കുക. ഒഴിവ് സമയമുണ്ട്, അതുകൊണ്ട് ആഖിറ ഉണ്ടാക്കുക. കുറവാണെങ്കിലും സമ്പത്തുണ്ട്, ആ ഉള്ളതിൽ നിന്ന് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ ഒരു കാരക്കച്ചീട് കൊണ്ടെങ്കിലും നരകം കാക്കുക എന്ന് റസൂലുള്ളാഹി പറഞ്ഞതൊക്കെ ഇത് വെച്ചിട്ടാണ്. എന്താണോ നിലവിൽ നമുക്കുള്ളത്
അതുകൊണ്ട് ആഖിറം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോ അവന്റെ ലക്ഷ്യം ആഖിറമാണ്. ആഖിറം ലക്ഷ്യമാക്കിയവരുടെ കൂട്ടത്തിൽ അവർ ഉൾപ്പെടുന്നതാണ്. എന്നാൽ അത് മാത്രം മതിയോ? അള്ളാഹു തന്നത് കൊണ്ട് ആഖിറം മാത്രം ലക്ഷ്യമാക്കി ജീവിച്ചാൽ മതിയോ? ഇവിടെ ജീവിക്കണ്ടേ? അള്ളാഹ് പറയുന്നു, വലാ തൻസ നസീബക മിനദ് ദുനിയ, ദുന്യാവിലുള്ള നിന്റെ നസീബ് നീ മറക്കണ്ട. ഭക്ഷണം കഴിക്കണം, വസ്ത്രം ധരിക്കണം, പാർപ്പിടം വേണം, ഇവിടെ ജീവിക്കണ്ടേ? അതിനാവശ്യമായ സംഗതികൾക്കെല്ലാം ഉപയോഗിക്കണം. അല്ലാതെ മുഴുവനും ആഖിറത്തിന് വേണ്ടി അങ്ങനെയല്ല. ആഖിറം ഒരു വിഷയമാകണം ജീവിതത്തിൽ. അങ്ങനെ വിഷയമാകുമ്പോൾ ദുനിയാവ് പ്രശ്നമല്ലാതെ വരും. സഹിക്കാൻ കഴിയും, ക്ഷമിക്കാൻ കഴിയും, നല്ല ആത്മസംതൃപ്തി ലഭിക്കും. അതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി ദുനിയാവ് എന്താണ്, ആഖിറം എന്താണ് എന്ന് സഹാബത്തിനെ പഠിപ്പിച്ചത്. അതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി സൂറ ഇസ്രായിൽ ഈ രണ്ട് വിഭാഗത്തെയും കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. അഹ്ലുദ്ദുന്യ, ദുന്യാവിന്റെ ആളുകൾ, അവരെങ്ങനെയാണ് ജീവിക്കുക, അവർ അങ്ങനെ ജീവിച്ചത് കൊണ്ട് എന്താണ് അവർക്ക് അനന്തരമായി ലഭിക്കാൻ പോകുന്നത്. അതുപോലെ അള്ളാഹുവിന്റെ ആളുകൾ, ഈമാനിന്റെ ആളുകൾ, ആഖിറത്തിന്റെ ആളുകൾ, അവരെങ്ങനെയാണ് ജീവിക്കുക, രണ്ടും പറഞ്ഞു തരുന്നു അല്ലാഹു തആല സൂറ ഇസ്രായിൽ. മൻ കാന യുരീദുൽ ആജില അജ്ജൽനാ ലഹു ഫീഹാ മാ നശാ ലിമൻ നുരീദ്. ക്ഷണികമായത് അഥവാ ഐഹിക ജീവിതം അത് ഉദ്ദേശിച്ചുകൊണ്ട് ആരാണോ ജീവിക്കുന്നത്, അവന് ആ ദുനിയാവിൽ അല്ലാഹു തആല അവരുടെ കൂട്ടത്തിൽ നിന്ന്, അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ആർക്ക് എത്ര കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നുവോ അത്ര കൊടുക്കുന്നതാണ്. ദുനിയാവിന് വേണ്ടി ജീവിച്ചാൽ അവർക്കൊക്കെ അവർ ഉദ്ദേശിച്ചത് കിട്ടും എന്നുള്ള പറഞ്ഞിട്ടില്ല. അത് നമ്മുടെ അനുഭവം അങ്ങനെ തന്നെയാണല്ലോ. എത്ര ആളുകൾ സമ്പാദിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്, എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നുണ്ടോ? ഇല്ല. ദുനിയാവിന് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ അള്ള പറയാണ്, അള്ള കണക്കാക്കി വെച്ചിട്ടുണ്ട് ആർക്കൊക്കെ എത്ര കൊടുക്കണം അത്ര കൊടുക്കും. അള്ള ഉദ്ദേശിച്ചവർക്ക് കൊടുക്കും. സുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹ മദ്മൂമൻ മദ്ഹൂറ. പിന്നെ അവൻ ആ ജീവിച്ചതിന്റെ പകരമായിട്ട്, അഥവാ ദുനിയാവാണ് അവൻ മുഖ്യമാക്കിയത് എന്ന കാരണത്താൽ അവനെ അനന്തരമായി നരകത്തിലാണ് പ്രവേശിപ്പിക്കുക. കാരണം അവനെ ഉണ്ടാക്കിയത് അതിനു വേണ്ടിയല്ല, ദുനിയാവിന് വേണ്ടിയല്ല അവനെ സൃഷ്ടിച്ചത്. ദുനിയാവിന് വേണ്ടി ജീവിച്ചാൽ അവൻ ഉദ്ദേശിച്ചത് മുഴുവനും കിട്ടൂല, അള്ള കണക്കാക്കിയതേ കിട്ടൂ. എന്നിട്ട് അനന്തരം മരിച്ചാലോ നരകത്തിലേക്കാണ് പോക്ക്. കാരണം അവനെ ഉണ്ടാക്കിയതിന്റെ പണിയല്ല അവൻ എടുത്തത്. മദ്മൂമൻ, ആക്ഷേപിക്കപ്പെട്ടവനായി, അതുപോലെ മദ്ഹൂറ, പുറന്തള്ളപ്പെട്ടവനായി. എന്തിനാടാ നീ ദുനിയാവിൽ ജീവിച്ചത്, നിന്റെ പണി ഇതായിരുന്നോ എന്ന രൂപത്തിൽ ആക്ഷേപിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് അവനെ പുറന്തള്ളപ്പെട്ടതായിട്ട് നരകത്തിൽ പ്രവേശിപ്പിക്കും എന്ന് അല്ലാഹു തആല ഖുർആനിൽ. അപ്പൊ എന്ത് മനസ്സിലായി? ഒരു മനുഷ്യന്റെ ആഗ്രഹം പൂർത്തിയാകുന്നത്, അവന്റെ ഐഹികമായ ആഗ്രഹം പൂർത്തിയാകുന്നത് അവന്റെ അധ്വാനം കൊണ്ട് മാത്രമല്ല, മറിച്ച് അവിടെ അള്ളാഹുവിന്റെ ഒരു തീരുമാനവും അവന്റെ ഒരു വിതരണവും ദുനിയാവിൽ നടക്കുന്നുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് ആളുകൾക്ക് ഉണ്ടാകുന്നതും ഇല്ലാതിരിക്കുന്നതും എന്നാണ് അല്ലാഹു തആല അതിലൂടെ പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വമൻ അറാദൽ ആഖിറ, മറ്റൊരു വിഭാഗം ആഖിറം ഉദ്ദേശിച്ച് ജീവിച്ചു. അവർക്ക് ബോധ്യമുണ്ട്, ഒരു മരണമുണ്ട്, ഒരു പരലോകമുണ്ട്. എന്നോട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഒരു ദീനുണ്ട്, ഈമാനുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടുകൊണ്ട് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ, അങ്ങനെ ബോധ്യപ്പെട്ടാൽ മാത്രം പോരാ, അതിന്റെ പണിയെടുത്തു, അതിന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. ഏതാ അതിന്റെ പ്രവർത്തനം? റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്ന പ്രവർത്തനം, അഅ്മാലുസ് സാലിഹ. ആ പണിയുമെടുത്താൽ വഹുവ മുഅ്മിനുൻ, അവൻ അചഞ്ചലമായ വിശ്വാസമുണ്ട്. ഈ ദുനിയാവ് പോലെ തന്നെ മരണശേഷം ഒരു ജീവിതമുണ്ട് എന്ന ബോധ്യമുണ്ട്. അങ്ങനെ ജീവിച്ചാൽ ഫഉലൈക കാന സഅയുഹും മശ്കൂറ, അവരുടെ പ്രവർത്തനങ്ങൾ പ്രതിഫലാർഹമാണ്. അവർക്കൊക്കെ പ്രതിഫലമുണ്ട്. നാളെ മഹ്ശറയിൽ അല്ലാഹു സ്വർഗം നൽകുന്നതാണ്. കാരണം രണ്ടാളുടെയും ജീവിതം രണ്ട് ഉദ്ദേശത്തോടു കൂടിയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, കുല്ലൻ നുമിദ്ദു ഹൗലാ വഹൗലാ, രണ്ട് കൂട്ടർക്കും നമ്മൾ സഹായം ചെയ്യും. ദുനിയാവ് ആഗ്രഹിച്ചിട്ട് ജീവിച്ചവനും ദുനിയാവിൽ നമ്മൾ കൊടുക്കും,
ആഖിറം ഉദ്ദേശിച്ച് ജീവിച്ചവനും അള്ളാഹു ദുനിയാവിൽ കൊടുക്കും. രണ്ടു കൂട്ടർക്കും അള്ളാഹു തആല കൊടുക്കും. മിൻ അതാഇ റബ്ബിക്, അത് നിന്റെ നാഥന്റെ ദാനമാണ്. അള്ളാഹ് കൊടുക്കുന്നതാ. ആഖിറം ഉദ്ദേശിച്ചവനും കൊടുക്കുന്നുണ്ട്, ദുനിയാവ് ഉദ്ദേശിച്ചവനും കൊടുക്കുന്നുണ്ട് ദുനിയാവിൽ. വമാ കാന അതാഉ റബ്ബിക മഹ്ദൂറ, നിന്റെ നാഥന്റെ ദാനം ആർക്കും തടയപ്പെടുകയില്ല. അത് ഏതെങ്കിലും മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്, അതല്ലെങ്കിൽ ദുനിയാവ് ഉദ്ദേശിച്ചവർക്ക് മാത്രമാണ്. അത് നോക്കിയിട്ടല്ല അള്ളാഹ് കൊടുക്കുന്നത്. അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ട് ആർക്കൊക്കെ എത്രയൊക്കെ കൊടുക്കണം. അതനുസരിച്ച് അല്ലാഹു തആല കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷേ ഈ മനുഷ്യൻ ജീവിച്ച നിലപാട്, ആ നിലപാടാണ് പരിശോധിക്കപ്പെടുന്നതെന്ന് വളരെ വ്യക്തമായി അല്ലാഹു തആല സൂറ ഇസ്രായിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പൊ ഇതുപോലുള്ള ഖുർആനിന്റെ അതുപോലെ സുന്നത്തിന്റെ അധ്യാപനങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് എന്താണ് ജീവിതം എന്ന് തിരിച്ചറിയണം. അതാണ് നമ്മുടെ വിജയത്തിന്റെ തുടക്കം. അല്ലാഹു ആ രൂപത്തിൽ ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ പരമാവധി ആ ആലോചനയെ വ്യക്തി ജീവിതത്തിലേക്ക് കേന്ദ്രീകരിക്കണം. അഥവാ ഈ പറഞ്ഞ രണ്ട് വിഭാഗത്തിൽ ഞാൻ ഏതിൽപ്പെട്ടതാണ് എന്ന് ഓരോരുത്തരും ആലോചിക്കണം. അതിനാണ് നമ്മളിവിടെ ഇരിക്കുന്നത്, വേറൊരാവശ്യവും ഇല്ല. ഇതുപോലുള്ള സദസ്സിൽ നമ്മൾ ഇരിക്കുന്നതിൻ്റെ ആകെ ഉദ്ദേശം അത് മാത്രമാണ്. എങ്കിൽ മാത്രമേ നമ്മൾ പരിവർത്തനപ്പെടുള്ളൂ. ഞാനിതിൽ ഏതിൽപ്പെട്ടതാണ്? എനിക്ക് മുഖ്യം ആഖിറാണോ അല്ല ദുനിയാവാണോ? ഇത് മരിച്ചതിന് ശേഷം നമുക്ക് മനസ്സിലാകും നമുക്ക് ഏതായിരുന്നു മുഖ്യം. അപ്പൊ മനസ്സിലായിട്ടൊരു കാര്യമില്ല, അതിപ്പോ മനസ്സിലാകണം. അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅന, ഒരു വിഭാഗം ആളുകൾ നമ്മെ കണ്ടുമുട്ടണമെന്ന പ്രതീക്ഷയൊന്നും അവരുടെ ജീവിതത്തിലില്ല. ഒരള്ളയുണ്ട്, അള്ളാഹുവിങ്കലേക്ക് പോകണം, ഞാൻ അള്ളാഹിൻ്റെ അടുത്ത് പോകും, ഒരു കണ്ടുമുട്ടലുണ്ടാകും എന്ന വിചാരമൊന്നുമില്ല. വല്ലദീന വറളൂ ബിൽ ഹയാത്തി ദുനിയ, പിന്നെയോ അവർ ഐഹികമായ ജീവിതം കൊണ്ട് പൊരുത്തപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ കുറെ വിഭവങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് പൊരുത്തപ്പെട്ടിങ്ങനെ ജീവിക്കുന്നു. വത്തുമ അന്നൂബിഹ, അതുകൊണ്ട് ഇങ്ങനെ സമാധാനിക്കുകയാണ്. അള്ളാഹ് ഉണ്ട്, അള്ളാഹിനെ കാണണം എന്നുള്ള ഉദ്ദേശവും കാര്യമൊന്നുമില്ല, അങ്ങനെ ജീവിച്ചു വന്നൊരു കൂട്ടരുണ്ട്. നമ്മളെ പറ്റിയാണോ ഈ പറയുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. വല്ലദീനഹും അൻ ആയാത്തിനാ ഗാഫിലൂൻ, നമ്മുടെ ദൃഷ്ടാന്തത്തെ സംബന്ധിച്ചൊന്നും അവർക്ക് വലിയ ചിന്തയും കാര്യമൊന്നുമില്ല, ആലോചനയൊന്നുമില്ല. നമ്മൾ മറ്റുള്ളവരെ വിലയിരുത്തരുത്. പലരും മനസ്സിൽ വരും അവരെ കൂട്ടത്തിൽപ്പെട്ടതാണ്, അങ്ങനെ നമ്മൾ ആലോചിച്ചിട്ടൊരു കാര്യമില്ല. നമ്മൾ നമ്മെ പറ്റിയാണ് ആലോചിക്കേണ്ടത്. ഉലൈക മഅവാഹുമുൻ നാറു ബിമാ കാനൂ യക്സിബൂൻ, അവരുടെ ആ പ്രവർത്തനം ഫലമായി, അവരുടെ ആ പ്രവർത്തി ഫലമായി അവർ നരകക്കാരായിരിക്കുമെന്ന് അല്ലാഹു തആല പറയുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് നമ്മൾ അള്ളാഹുവിന്റെ ഏകത്വം മനസ്സിലാക്കിയവരാണ്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് മനസ്സിലാക്കിയവരാണ്, അള്ളാഹുവിന്റെ പള്ളിയിൽ പോകണമെന്നും നമസ്കരിക്കണമെന്നും കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കണമെന്നെല്ലാം ആഗ്രഹമുള്ളവരാണ്. ചില സന്ദർഭങ്ങളിൽ പലതും നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിലും ആഖിറം മുഖ്യമാക്കി തന്നെ ജീവിക്കുകയാണ്. അത് കുറച്ചുകൂടി ഊർജിതപ്പെടുത്താനുള്ള പരിശ്രമം ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്കുണ്ടാകണം.
അഹ്ലുദ്ദുന്യ, ദുന്യാവിന്റെ ആളുകളായാൽ അവരുടെ സ്വഭാവം എന്താണ് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ ആ സ്വഭാവക്കാരാണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. ദുനിയാവിന്റെ ആളുകളുടെ ഒന്നാമത്തെ സ്വഭാവം ഖുർആനിൽ അല്ലാഹു പറയുന്നത് അശ്ശുഹ് എന്ന സ്വഭാവമാണ്, അഥവാ മുതലിനോടുള്ള കടും പിടുത്തം. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന ധാരണയിൽ നിന്നാണ് ആ കടുംപിടുത്തം ഉണ്ടാകുന്നത്. അതുപോലെ മുതലുണ്ടാക്കാൻ വേണ്ടി ആരെയും ആക്രമിക്കാം, തൊഴിലാളികളുടെ വേതനം കൊടുക്കാതിരിക്കാം, ആരുടേതായാലും വേണ്ടില്ല എനിക്ക് കിട്ടണം, പലിശപ്പണമായാലും വേണ്ടില്ല എനിക്ക് പൈസ കിട്ടണം. ഈ ഒരു ചിന്തയുണ്ടാകുന്നത് ദുനിയാവിന്റെ ആളായത് കൊണ്ടാണ്. അതാണ് അതിന്റെ അടയാളം. അപ്പൊ ദുൽമ്, അതുപോലെ തന്നെ മുതലിനോടുള്ള കടുംപിടുത്തം, അഹങ്കാരം, കിബർ, മറ്റുള്ളവരെ ചെറുതായി കാണുക, അഹംഭാവം, ദുരഭിമാനം, തരക്കേടില്ല എന്ന് തോന്നുക, മറ്റുള്ളവരെ ചെറുതായി കാണൽ, അത് കിബറാണെങ്കിൽ ഉജ്ബ് എന്ന് പറയുന്ന അഹംഭാവം, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നില്ല എങ്കിലും ഞാൻ തരക്കേടില്ല എന്ന ദുസ്വഭാവം, ഇതൊക്കെ ഈ ദുനിയാവാണ് ജീവിതം, ഇവിടെയാണ് വേണ്ടത് എന്ന ചിന്തയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അതിൻ്റെ ഉപോൽപ്പന്നങ്ങളാണ്. അത്തരം ഉപോൽപ്പന്നങ്ങൾ നമ്മിൽ ഉണ്ടാകാറുണ്ടെങ്കിൽ നമ്മൾ അഹ്ലുദ്ദുന്യയിൽപ്പെട്ടതാ, ദുന്യാവിന്റെ ആളുകളിൽപ്പെട്ടതാ. അതുകൊണ്ട് വിനയാന്വിതരായി ജീവിക്കണം. ഇത് മുഴുവനും അല്ലാഹുവിൻ്റെതാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. താൽക്കാലികമായി കൈകാര്യം ചെയ്യാൻ അല്ലാഹു ഏൽപ്പിച്ചതാണ് എന്ന ബോധം ഉണ്ടാകണം. അങ്ങനെ അനുഭവിക്കുന്നതിൽ അല്ലാഹുവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് സദാസമയവും അല്ലാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട്, അല്ലാഹുവേ പരലോകത്തന്നെ രക്ഷപ്പെടുത്തണം, ഞാൻ സാധ്യമാകുന്നത് ചെയ്യുന്നുണ്ട്, കൂടുതൽ ചെയ്യാനുള്ള മാനസികാവസ്ഥ നൽകണമെന്ന പ്രാർത്ഥനയോടെ നമ്മൾ ജീവിച്ചാൽ നമ്മളും അഹ്ലുൽ ആഖിറ, അഹ്ലുൽ ഈമാൻ, അഹ്ലുല്ലാഹ് ആ വിഭാഗത്തിൽ ഉൾപ്പെടും. അങ്ങനെ തിരിച്ചറിവോടുകൂടെ, നല്ല ബോധത്തോടുകൂടെ ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അല്ലാഹുവേ, നിന്നിലേക്ക് കൂടുതൽ അടക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. നിന്നെ കൂടുതൽ അറിഞ്ഞ് നിന്നിലേക്ക് മടങ്ങാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഈ ദുനിയാവ് നശ്വരമാണെന്ന തിരിച്ചറിവ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇതിന്റെ വശ്യതയിൽ പരാജയപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിലാക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, ഈ ദുനിയാവിന്റെ വശ്യതയിൽ കുടുങ്ങി നരകത്തിൽ ആപതിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലാക്കരുതേ റഹ്മാനെ. നിന്നെ മനസ്സിലാക്കി മുസ്ലിമായി ജീവിച്ച അവസാനം ഈമാനോടെ മരണപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ശാരീരികമായ പ്രയാസം അനുഭവപ്പെടുന്നവരുണ്ട്, അല്ലാഹുവേ രോഗങ്ങളെല്ലാം ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. ദുആ വസിയത്ത് ചെയ്യുന്നവരുണ്ട്, മാനസിക പിരിമുറുക്കമുള്ളവരുണ്ട്, അല്ലാഹുവേ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് മനസ്സിന് സമാധാനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നീ തന്നതിന് ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.